എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടും ഓരോ കക്ഷികളുടെയും പങ്കാളിത്തവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലാണ് സേവനമൊന്നും വാങ്ങാതെയാണ് 2.78 കോടി രൂപ എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് കൈപ്പറ്റിയത് എന്ന കാര്യം ആണ്. ഇത് തന്നെ വളരെ പ്രധാനമാണല്ലോ. വേണ്ടത്ര തെളിവുകളാണ് ഇതെല്ലാം. ആളെ നമുക്ക് മനസ്സിലായി. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? SFIക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി കൈയിടാനും അതിൽ നടപടി സ്വീകരിക്കാനൊന്നും കഴിയില്ല. EDയുടെ അത്ര അധികാരമൊന്നും SFIക്കില്ല. SFI എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ ഈ കച്ചവടങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്ന ക്രമക്കേടുകൾ കണ്ടെത്തുക, അതിന് മാത്രമേ SFIക്ക് അധികാരമുള്ളൂ. ഓ അങ്ങനെയാണല്ലേ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ SFIക്ക് എന്തോ ചില കിട്ടിയ തെളിവുകൾ വെച്ച് അത് ED കൂടെ വെച്ച് അത് ലിങ്ക് ചെയ്തുകൊണ്ട് അത് തെളിവുകൾ ഉണ്ടാക്കി, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഒരു കുരുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്ന് വന്ന വാർത്ത സത്യത്തിൽ EDക്ക് മുഖം അടച്ചാണ് അടി കിട്ടിയത്. അത് കണ്ടാൽ അറിഞ്ഞൂടെ? ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ പറഞ്ഞിട്ടാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. മുഖമടച്ചാണ് അടി കിട്ടിയ EDക്ക്. ED പ്രതീക്ഷിച്ചില്ല. EDക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ നമുക്കറിയാം, പേരുകേട്ട വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞെന്താണ്? അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞെന്താണ്? 1 സെക്കൻഡ് പോലും സ്റ്റേ കൊടുക്കരുത് എന്നാണ് വാദിച്ചത്. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? 1 സെക്കൻഡ് പോലും നീട്ടിവെക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. പക്ഷേ കോടതി വെള്ളിയാഴ്ച വരെ നമ്മൾ ഇതാ നോക്കണം, വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ തെളിവില്ല, ഇത് ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഒരു FIR പോലും ഇടാതെയാണ് ED അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരാളിനെ അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തണം, അതിൽ FIR ഇടണം, കുറ്റപത്രം തയ്യാറാക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് FIR ഇട്ടിട്ടില്ല. ഇതിൽ FIR ഇട്ടിട്ടുണ്ടോ? ED ഈ വീണ വിജയൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ടോ? ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ല, അത് അന്വേഷണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതല്ല, SFIയുടെ കുറ്റപത്രം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഹൈക്കോടതിയിൽ അവിടെ ഡൽഹി കോടതിയിൽ ചില നടപടിക്രമങ്ങൾ SFIയുടെ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ വീണ വിജയന്റെ മൊഴിയുമുണ്ട്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. വീണ വിജയന്റെ നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം, വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് ഒരു സേവനവും ഒരു കമ്പനിക്ക് നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വാങ്ങിയതിന്റെ ഒരു സാങ്കത്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് വ്യക്തമായ കോടതിയാണ് ആവശ്യം. നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. സാക്ഷികളാണ് ആവശ്യം. വാങ്ങിയിട്ടില്ല, താങ്കളുടെ കയ്യിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കാണിക്കൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ യാതൊരു ആവശ്യമില്ല. വീണ വിജയൻ ഇത് വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് താങ്കൾ കൊണ്ടുവരൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കൊണ്ടുവരാം. പോരെ? താങ്കളും ഡിക്റ്റേറ്റീവ് അല്ല, ഞാനും ഡിക്റ്റേറ്റീവ് അല്ല. ഞാനും അന്വേഷണ ഏജൻസി അല്ല, താങ്കളും അന്വേഷണ ഏജൻസി അല്ല. ഇവിടെ 84-90 പേജ് അടങ്ങുന്ന ഒരു റിപ്പോർട്ടിൽ വീണ വിജയൻ ഈ പൈസ വാങ്ങി എന്ന് SFIയോട് സമ്മതിച്ചതായിട്ട് നമുക്ക് ആ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം. ആരോ കേന്ദ്രത്തിലും വീണ വിജയൻ സമ്മതിച്ചു. വീണ വിജയനോട് 14 ചോദ്യങ്ങളാണ്. വെമ്പായ നസീർ, താങ്കൾ അല്ലല്ല, തെറ്റു പറയരുത്. വീണ വിജയൻ കൃത്യമായിട്ട് ആ 14 ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ 2.78 കോടി രൂപ CMRൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അത് സമ്മതിച്ച കാര്യമാണ്. എക്സാലോജിക്കും CMRലും കമ്പനി എന്ന സുതാര്യമായ രീതിയിലാണ് പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത്. സുതാര്യമായ രീതിയിൽ, ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. സുതാര്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? താങ്കൾക്ക് SFIയോയെ വിശ്വാസമില്ല. കേന്ദ്ര ഏജൻസിയാണ് ഈ SFIയും EDയും CBIയും. കേന്ദ്ര ഏജൻസിയാണ്. ഫാസിസമാണ്. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ട് ശ്രീ വെമ്പായ നസീർ. താങ്കൾ ഈ പറയുന്നത് ദിനേശ്, എന്തോ
നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. താങ്കൾക്ക് കോടതിയെ വിശ്വാസമുണ്ടോ? താങ്കൾ SFIയെ വിടൂ, EDയെ വിടൂ, താങ്കൾക്ക് കോടതിയെ വിശ്വാസമുണ്ടോ? കോടതിയിൽ പോയിട്ട് വീണ വിജയ 2.78 കോടി രൂപ വാങ്ങിയെന്ന് വായ കൊണ്ട് പറഞ്ഞ കോടതി സമ്മതിക്കോ സുഹൃത്തെ? എന്താണ് താങ്കൾ ഈ പറയുന്നത്? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ശ്രീ മഞ്ജുഷ്, ഇവിടെ ശ്രീ വെമ്പായം നസീർ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ കക്ഷി എന്നത് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച കേസിലെ കക്ഷി എന്ന് പറയുന്നത് CMRലാണ്. അതിൽ വീണയില്ല. വീണയുമായിട്ട് ഇന്നത്തെ തീരുമാനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവർ കൊടുത്തിരിക്കുന്ന കേസ് വെള്ളിയാഴ്ച തീർപ്പാക്കാം, അതുവരെ നടപടികൾ എടുക്കേണ്ടതില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് കോടതി ഇതേപോലെ തന്നെ EDയുടെ അഭിഭാഷകനോട് ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യരുതോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് ഈ ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള കമ്പനിക്ക് മാത്രമല്ലേ ബാധകമായിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ. എന്ന് വെച്ചാൽ താങ്കളിപ്പോൾ CMRനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്, അതോ വീണയെ ന്യായീകരിക്കാനാണോ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് താങ്കൾ തന്നെ സ്വയം ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വിഖ്യാതമായിട്ട് ശ്രീ അരുൺകുമാർ CPM നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട്. വളരെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതേ കാര്യം തന്നെയാണ് വീണയും പറയുന്നത്. അതായത് പവർ ബിൽഡർ ഉണ്ട്, ടാലി ഉണ്ട്, MS ഓഫീസ് ഉണ്ട്, ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ശ്രീ നസീറിനെ അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും തന്നെ മെയിൻ്റെനൻസ് ഒന്നും തന്നെ ഈ രീതിയിലത്തേക്ക് പണം കൊടുത്ത് വാങ്ങേണ്ടുന്ന ആവശ്യമില്ല. മിക്കതും വൺ ടൈം പർച്ചേസ് അല്ലെങ്കിൽ ഓൺ എ റെക്കറിംഗ് ബേസിസ് നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസോടുകൂടി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള ഇതിന് പുറമെയുള്ള പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് 2.25 കോടി രൂപ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. വീണയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ശ്രീ നസീർ മനസ്സിലാക്കേണ്ടതാണ്. ഐ ഡു നോട്ട് ഹാവ് എനി അതർ ഡോക്യുമെന്ററി എവിഡൻസ്. ഇത് വീണയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ഡു നോട്ട് ഹാവ് എനി ഡോക്യുമെന്ററി എവിഡൻസ്. അതിൽ അവർ പറയുന്നത് ന്യായീകരണം എന്ന് പറയുന്നത് ഈ കമ്പനി അങ്ങനെ ഒരു പതിവില്ല ഈ കമ്പനിക്ക് എന്നുള്ളതാണ്. അവർ ഈ അതുകൊണ്ടാണ് നമ്മൾ അതിനെ തട്ടിപ്പെന്ന് പറയാം. ഞാൻ പറയുന്നത് മഞ്ജുഷേ, നമ്മൾ ഒരു കമ്പനി ന്യായമായി പ്രവർത്തിക്കുന്നതാണോ ഫ്രോഡുലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണോ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യും? ഫ്രോഡുലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. വലിയ കമ്പനികൾക്ക് പ്രശസ്തരായ ആൾക്കാരെ പരസ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ സിനിമാ നടന്മാരെ, ആർട്ടിസ്റ്റുകളെയും വലിയ വലിയ ആൾക്കാരെയും സെലിബ്രിറ്റികളെയൊക്കെ കമ്പനികളിൽ വെക്കാറുണ്ട്. അതിന് അഡ്വൈസറി ബോർഡെന്ന് പറയും. നമുക്കറിയാം അഡ്വൈസറി ബോർഡ്. ചിലപ്പോൾ വലിയ മന്ത്രിമാരുടെയും അതുപോലെ MP-മാരുടെയും MLA-യുടെയും മുഖ്യമന്ത്രിയുടെയും മക്കളുടെ വയ്ക്കും. കാര്യം കമ്പനിക്ക് അത് വലിയൊരു മൈലേജാണ്, വലിയ പരസ്യമാണ്. അത് ഞാൻ നേരത്തെ പൊതുമേഖലാ പങ്കാളിത്തമുള്ളതാണ് കേട്ടോ. അങ്ങനെ KSIDCയുടെ പങ്കാളിത്തം. അതെ 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 ഞാൻ KSIDCയുടെ പങ്കാളിത്തം. അതെ 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 ഞാൻ പറഞ്ഞു വരുന്നത് അഡ്വൈസറി ബോർഡ് ഇത് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതുവരെ ഉദ്ദിഷ്ട കാര്യത്തിന് അഡ്വൈസറി ബോർഡ് താങ്കൾ സമ്മതിക്കുകയാണ്. ഞാൻ പറഞ്ഞു സമ്മതിക്കുന്നില്ല. അഡ്വൈസറി ബോർഡിൽ പെട്ടുപോയാൽ പക്ഷേ അതിനകത്തുള്ള ഉദ്യോഗ ഹരിദാസ് സാറിനോടും മഞ്ജുഷിനോടും പണിക്കർ സാറിനോടും ഞാൻ ചോദിക്കുന്നു, സാർ നമ്മൾ വിട്ടുപോയ ഒരു കേസുണ്ട്, ഒരാളിൻ്റെ പേര്. ഈ കേസിൻ്റെ നടത്തിപ്പുകാരൻ ആരാണ് സാർ? ഈ കേസിൻ്റെ ഈ വീണ വിജയനെ കേസിലൊന്ന് പെടുത്തുക എന്നും പറഞ്ഞ് വെറുതെ നോറ്റ് 40 നോമ്പും പിടിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എങ്ങനെ കുരുക്കുക. അത് ഇന്നും തന്നെ തുടങ്ങിയതല്ല, 2-3 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഷോൺ ജോർജ് ആരാ? ഒന്നാം തരം BJP-കാരൻ. BJP ജനപക്ഷമായിരുന്നപ്പോൾ ഉള്ള കേസ് കേട്ടോ. അല്ല അത് പിന്നെ വിഷമമുണ്ടല്ലേ. ഈ കേസിനെ നടത്തി ഷോൺ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നുണ്ട്. ഇന്ന് ഈ കേസിനെ കുറിച്ച് അദ്ദേഹം TV-യിൽ അദ്ദേഹം വസ്തുക്കൾ വെച്ചാണ് കാര്യങ്ങൾ വേണ്ടാത്തൊന്നും പറയണ്ട, ആൾക്കാർ എന്നെ സംശയിക്കും. അതെ, അപ്പൊ പിന്നിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നത്, ഈ കേസിനെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ഈ കേസ് നടത്തിക്ക സാർ ഞാൻ പറഞ്ഞുതരാം. ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ഈ ഷോൺ ജോർജ് പറഞ്ഞ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്, ഏത് വിധേനയും ഈ പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും കുരുക്കിയിരിക്കും.
കോടതി മുഖാന്തരം തന്നെ കുരിക്കും എന്ന് പറയുന്ന ഷോർജന്റെ പ്രസ്താവന ഒരു ബൈറ്റ് ഉണ്ട് സാർ. സ്റ്റാൻഡിൽ പിടിച്ചോളാം തെളിവോടെ, പിടി കൂടുമ്പം ബബ്ബാന്ന് പറയരുത്.